ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട്, അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെ, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പ്രത്യേകത: ഓഡിറ്റർ ഓഫ് എ കമ്പനി ഈസ് അപ്പോയിന്റഡ് ടു ചെക്ക് ദി അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ട് ടു ഷെയർ ഹോൾഡേഴ്സ് റിഗാർഡിംഗ് ദി അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ ഹിം. ഒരു ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്ററെ കമ്പനി അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു കമ്പനി ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ അക്കൗണ്ട്സുകൾ ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ഷെയർ ഹോൾഡേഴ്സിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അണ്ടർ സെക്ഷൻ 227 subsection 2 of the Companies Act, an auditor is required to make a report to the members of the company on the accounts examined by him. ഇത് കാര്യം തന്നെ, അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അണ്ടർ സെക്ഷൻ 227 subsection 2 പ്രകാരം കമ്പനീസ് ആക്ടിലെ അണ്ടർ സെക്ഷൻ 227 subsection 2 പ്രകാരം ഓഡിറ്റർ എന്താണ്, റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനിക്ക്. എന്തിനെ കുറിച്ച്? അവരെ എക്സാമിൻ ചെയ്യുന്ന അക്കൗണ്ടുകളെ കുറിച്ച്. അപ്പോൾ ഓഡിറ്ററെ ചുമതലയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് എന്ത്? ഓഡിറ്റർ ചുമതലയിൽ വരുന്ന പ്രധാനപ്പെട്ട ചുമതലയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞു, ഓഡിറ്റർ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതോട് കൂടിയാണ് ഓഡിറ്റർ പണി എന്ത് ചെയ്യുന്നത്, പൂർത്തിയാകുന്നത് നമ്മൾ പറഞ്ഞു. ഓഡിറ്റർ റിപ്പോർട്ടോട് കൂടി ഓഡിറ്റർ ജോലി എന്ത് ചെയ്യുന്നു, കഴിയുന്നു. ഓഡിറ്റർക്ക് അയാൾ പരിശോധിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ വിശദീകരണങ്ങളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഒരു ഫൈനൽ റിപ്പോർട്ട് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം ആ ഷെയർ ഹോൾഡേഴ്സിന്. അത്തരത്തിലൊരു റിപ്പോർട്ടിനെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ദെൻ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട്. നല്ലൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നല്ലൊരു ഓഡിറ്റ് റിപ്പോർട്ട്: ദ റിപ്പോർട്ട് ഷുഡ് അക്വൈൻഡ് വിത്ത് ട്രൂ ആൻഡ് ഫെയർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഓഡിറ്റ് നല്ലൊരു റിപ്പോർട്ട് എന്തായിരിക്കണം, ട്രൂ ആൻഡ് ഫെയർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആയിരിക്കണം കാണിക്കുന്നത്. ട്രൂ ആൻഡ് ഫെയർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് കാണിക്കുന്നതായിരിക്കണം ഒരു നല്ല റിപ്പോർട്ട് എന്ന് പറയുന്നത്. നല്ല റിപ്പോർട്ട് അക്കൗണ്ട് വിത്ത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. Then it should exhibit true financial position of the company. കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത് ചെയ്തിരിക്കണം, കാണിക്കുന്നതായിരിക്കണം ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളത്. It should be based on the factual information. ഇതെന്താണ്, ഫാക്ച്വൽ ഇൻഫർമേഷന്റെ ബേസിലായിരിക്കണം, സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷന്റെ ബേസിലായിരിക്കണം ഏത് ഓഡിറ്റ് റിപ്പോർട്ട്. അതേപോലെ തന്നെ it should express the opinion of the auditor on the state of affairs of the company. The auditor express the opinion. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, express the expert opinion ആണ് ഓഡിറ്ററിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആ express the opinion of the auditor. ഓഡിറ്ററെ ഒപ്പീനിയൻ എന്താണ് വിശദമാക്കുന്ന ഒന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് അത്തരത്തിൽ ഓഡിറ്റ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് സംബന്ധിച്ചിട്ടുള്ള ഓഡിറ്ററെ ഒപ്പീനിയൻ എന്ത് ചെയ്തിരിക്കണം, കാണിക്കുന്ന ഒന്നായിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ട്. Then it should be forceful and convincing. ഇത് ആളുകൾ എന്ത് ചെയ്യുന്നു, കൺവിൻസ് ചെയ്യിക്കുന്ന ഒന്നായിരിക്കണം എന്നുള്ളതാണ്. It should justify benefit of the shareholders. ഇത് ഷെയർ ഹോൾഡേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, നോട്ട് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയുള്ളതാകാൻ പാടില്ല. The report should be unbiased and free from mistakes. അൺബയാസ്ഡ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായിട്ടോ ഉള്ള നിലകളിലൊന്നും ഒന്നാകാൻ പാടില്ല. ആർക്കെങ്കിലും ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ബയാസ്ഡ് ആകാൻ പാടില്ല. ഫ്രീ ഫ്രം മിസ്റ്റേക്കുകളിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. അപ്പം നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. നല്ലൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. നല്ലൊരു ഓഡിറ്റ് റിപ്പോർട്ട് എന്തായിരിക്കും, ഷുഡ് അക്വൈൻഡ് വിത്ത് ട്രൂ ആൻഡ് ഫെയർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, എക്സിബിറ്റ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ, ഫാക്ച്വൽ ഇൻഫർമേഷന്റെ ബേസ്ഡ് ആണ്, എക്സ്പ്രസ് ഒപ്പീനിയൻ ഓഫ് ഓഡിറ്റർ, then forceful and convincing, justifying the benefit of shareholders, not the
നോട്ട് ദി ഡയറക്ടേഴ്സ്, കമ്പനി ഡയറക്ടേഴ്സിന്റെ ഗുണത്തിനായിരിക്കില്ല. അതുപോലെ ദ റിപ്പോർട്ട് ഷുഡ് ബി അൺബയാസ്ഡ്, ഫ്രീ ഫ്രം മിസ്റ്റേക്സ്. ഇറ്റ് ഷുഡ് ബി ടൈംലി സജഷൻ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ടൈംലി സജഷൻ ഫോർ ഇംപ്രൂവ്മെന്റ്. ഇറ്റ് ഷുഡ് ബി ബ്രീഫ് ആൻഡ് നോട്ട് ലെങ്തി. ലെങ്തി ആവാൻ പാടില്ല, വളരെ നീണ്ടു പോകുന്ന ഒന്നാവാൻ പാടില്ല. It should contain timely suggestion for improvement. It should be brief or not lengthy. ദൈർഘ്യമേറിയതാകാൻ പാടില്ല, വളരെ ലഘുവായതായിരിക്കണം. It should be the end part of the audit work. ഇത് ഓഡിറ്റ് വർക്കിന്റെ end part ആയിരിക്കണം. It should reflect the result of the audit work done by the auditor. It should be the end part of the audit work. ഓഡിറ്റ് വർക്കിന്റെ end part ആയിരിക്കണം എന്ത്, audit work in the end part of the audit work ആയിരിക്കണം. It should reflect the result of audit work done by the auditor. It should reflect the result of the audit work done by the auditor. ഓഡിറ്റർ എന്ത് ചെയ്തിട്ടുള്ള വർക്കിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓഡിറ്റർ ചെയ്ത വർക്കിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്ത്, ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളത്. ദെൻ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. ഒന്നാമത് ദി ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് കാണിച്ചിരിക്കണം. എക്സിബിറ്റ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ച്വൽ ഇൻഫർമേഷൻ. എന്താ പറയാ, ട്രൂ ആൻഡ് ഫെയർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, എക്സിബിറ്റ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി based on factual information, express opinion of auditor on state of affairs, forceful and convincing, justifying the benefit of shareholders, should be unbiased, free from mistakes, contain timely suggestion for improvement, should be brief, not lengthy, should be end part of the audit work, should reflect the result of audit work done by the auditor. Then contents of audit report ഇനി പറയാനുള്ളത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഓഡിറ്റർ ഹാസ് obtained all information and explanation that he considered necessary for the audit. ഓഡിറ്റർക്ക് അയാൾ ആവശ്യമുള്ള എല്ലാ എക്സ്പ്ലനേഷനും ഇൻഫർമേഷനും എന്ത് ചെയ്തിട്ടുണ്ടാവും, കളക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഇൻഫർമേഷൻ എക്സ്പ്ലനേഷനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും, അടങ്ങിയിരിക്കും. Whether the proper books of account required by law have been kept by the company. കമ്പനി എന്ത് ആവശ്യമായിട്ടുള്ള അക്കൗണ്ട്സുകൾ കെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ, കെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ആ അക്കൗണ്ട്സ് ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കും. പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിക്വയർഡ് ബൈ ലോ, നിയമപ്രകാരം കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഭാഗമാണ്. ദെൻ whether the accounts of the branches have been audited have been exempted from audit. ബ്രാഞ്ചസിന്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഓഡിറ്റിൽ നിന്ന് എന്നുള്ളത് അതും പരിശോധിക്കേണ്ടത് ആണ്. അത്തരത്തിലുള്ള ഒരു പരിശോധനയുടെ റിസൾട്ടും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. Whether the balance sheet and profit loss account are in agreement with books of account and return from branches. അതുപോലെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇൻ അഗ്രിമെന്റ് വിത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് അഗ്രി ചെയ്തു പോകുന്നുണ്ട്. ആൻഡ് റിട്ടേൺ ഫ്രം ബ്രാഞ്ചസ് എന്നുള്ള റിട്ടേൺസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അഗ്രി ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത്തരത്തിൽ ഉറപ്പുവരുത്തിയ ബാലൻസ് ഷീറ്റ് ആയിരിക്കും, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആയിരിക്കും ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണ്ടന്റ് ആയിട്ട് ഉണ്ടാവുക. Then whether any other statement has been included as required by central government. സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന മറ്റേതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, കണ്ടന്റ് ആണ്. അപ്പം കണ്ടന്റ്സ്. Then whether the balance sheet and profit loss account give the information as required by Companies Act. കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള ഇൻഫർമേഷൻ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും
എന്താണ് ഇത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇതിന്റെ കണ്ടന്റിൽ വരുന്നതാണ്. Whether the balance sheet and profit loss account give the information as required by Companies Act in manner which give true and fair view of state of affairs. അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആവുന്ന വിധത്തിൽ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യും ഇതിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ all information and explanation, then proper books of account required by law, then branches in the അക്കൗണ്ടുകൾ exempted ആണോ അല്ലെങ്കിൽ audited ആണോ എന്നുള്ളത്, then balance sheet profit loss account agree with the books of account and return from branches. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അതിന്റെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടുള്ളതാണ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടന്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഓൾ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ കൺസിഡേഴ്സ് നെസറി ഫോർ ദി ഓഡിറ്റ്, proper books of accounts required by law, accounts of the branches have been audited or have been exempted from the audit, whether the balance sheet and profit loss account in the agreement with books of accounts in returns from branches, whether any other statement has been included as required by central government. ഒന്നാമത് പറഞ്ഞത് നമ്മൾ എല്ലാ ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും ഒക്കെ അടങ്ങിയിട്ടുണ്ടായിരിക്കും. രണ്ടാമത് പറഞ്ഞത് ലോ പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തന്നെയാണെന്നുള്ളത്. മൂന്നാമത് പറഞ്ഞത് ബ്രാഞ്ചസിന്റെ അക്കൗണ്ട്സ് അത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത്. ദെൻ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അഗ്രി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ. വെദർ എനി ഇതർ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് അത്. Then next ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. ഒരു കാര്യം കൂടി വിട്ടുപോയി, കണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്ന തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിന്റെ സർട്ടിഫിക്കറ്റ് ഇതും ഇതിലുണ്ടായിരിക്കണം, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ദെൻ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ട്സിന്റെ ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്, അതായത് പോസിറ്റീവ് അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് അല്ലെങ്കിൽ കൺവെൻഷൻ ഓഡിറ്റ് റിപ്പോർട്ട്. ക്വാളിഫൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഓഡിറ്റ് റിപ്പോർട്ട്. ക്ലീൻ അല്ലെങ്കിൽ പോസിറ്റീവ്, അൺക്വാളിഫൈഡ്, കൺവെൻഷണൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് രണ്ട് തരത്തിലുള്ളത്, ക്ലീൻ റിപ്പോർട്ട്, ക്വാളിഫൈഡ് റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞു ക്ലീൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് കൺവെൻഷണൽ റിപ്പോർട്ട് എന്നറിയാം. ക്വാളിഫൈഡ് റിപ്പോർട്ടിനുള്ള മറ്റൊരു പേരാണ് നെഗറ്റീവ് റിപ്പോർട്ട്. ഈ ക്ലീൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ക്ലീൻ ആണ്, എന്താണ്, അയാൾ പരിശുദ്ധനാണെന്നുള്ളതാണല്ലോ. അത്തരത്തിൽ പരിശുദ്ധമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഇഫ് എൻ ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് വിത്ത് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് ഫെയർനെസ് ഓഫ് ദി ഫൈനൽ അക്കൗണ്ട്, അത് കമ്പനിയുടെ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് അതിന്റെ ഒരു ശുദ്ധി, അതിന്റെ ഒരു ശുദ്ധി എന്ത് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണ്, അതിന്റെ കാര്യത്തിൽ തൃപ്തരാണ് ആര്? തൃപ്തരാണ് ആര്? ഓഡിറ്റർ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലീൻ ആണെന്നുള്ളതാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റർ ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പറയുന്നത്. സാറ്റിസ്ഫൈഡ് വിത്ത് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് ഫെയർനെസ് ഓഫ് ദി ഫൈനൽ അക്കൗണ്ട്.
അവിടെ വിത്തൗട്ട് എനി റിസർവേഷൻ, ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ, ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ വേണമെന്നോ, ഇതിലെന്തെങ്കിലും എനി ക്വാളിഫിക്കേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടോ എന്നുള്ളത് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, നോട്ട് ചെയ്തിട്ടില്ല. അത്തരത്തിലൊരു നോട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ടാണെന്നാണ് പറയാം. ഓഡിറ്റ് റിപ്പോർട്ടിൽ രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റർ എന്ത് ചെയ്യുന്നില്ല, ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് അല്ല. If auditor of a company is not satisfied with any of the explanation or information given to him, or if he thinks that the profit and loss account does not exhibit a true and fair view of state of affairs, അത് ഓഡിറ്റർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അദ്ദേഹം ക്വാളിഫൈഡ് മാത്രമാക്കിയിട്ടാണ് വെക്കുക. ക്വാളിഫൈഡ് ആണ്, ഇത് എന്ത് ചെയ്യാം, ക്വാളിഫൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ക്ലീൻ അല്ല, ക്ലീൻ എന്നുള്ളതിലേക്ക് എത്തിയിട്ടില്ല, ക്വാളിഫൈഡ് മാത്രമാണ്. അതായത് നെഗറ്റീവ് റിപ്പോർട്ടാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നാണ്. ഇത് ക്വാളിഫൈഡ് മാത്രമാണ്, ഓഡിറ്റ് റിപ്പോർട്ടിന് വേണ്ടി റിപ്പോർട്ടായി മാത്രമാണ്, അതിലുള്ള പോരായ്മകൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. ഇത്തരം പോരായ്മകൾ കൂടിയുള്ള റിപ്പോർട്ടാണ് എന്ത്, ക്വാളിഫൈഡ് റിപ്പോർട്ട്. അതായത് ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, എക്സ്പ്ലനേഷൻ നൽകിയതിൽ, ഇൻഫർമേഷൻ നൽകിയതിൽ ഓഡിറ്റർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നൽകുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് qualified report. അതായത് auditor thinks that final account does not exhibit true and fair view of state of affairs. ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഫൈനൽ അക്കൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും, ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ടാണ് എന്ത് ചെയ്യുക, ഓഡിറ്റർ നൽകുക. Then next, qualified audit report. If the directors fail to give satisfactory explanation, the auditor must mention the fact in his report. ഡയറക്ടേഴ്സ് എന്താണ് എക്സ്പ്ലനേഷൻ നൽകുന്നതിൽ ഫെയിൽ ആയാൽ അത് എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. അത്തരത്തിൽ മെൻഷൻ ചെയ്ത റിപ്പോർട്ടിന് എന്ത് വിളിക്കുന്നത്, ക്വാളിഫൈഡ് റിപ്പോർട്ട്. അത് ഓഡിറ്റർ ഇൻസേർട്ട് എനി ക്വാളിഫിക്കേഷൻ, മോഡിഫിക്കേഷൻ ഓർ റിസർവേഷൻ. ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ അതെന്ത് ചെയ്യുന്നു, ക്വാളിഫിക്കേഷൻ ഇൻസേർട്ട് ചെയ്യുന്നു, മോഡിഫിക്കേഷൻസ് ഇൻസേർട്ട് ചെയ്യുന്നു, റിസർവേഷൻ ഇൻസേർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് എന്ത്, ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. Then next, distinction between audit report and audit certificate. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സർട്ടിഫിക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്? ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സർട്ടിഫിക്കറ്റും തമ്മിൽ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത്. ഓഡിറ്റ് റിപ്പോർട്ട് സിംപ്ലി മീൻസ് എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ. നമ്മൾ പറഞ്ഞതാണ്, എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയന് വേണ്ടിയാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട്. എന്നാൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് മീൻസ് ദാറ്റ് ദ ഓഡിറ്റർ ഈസ് സർട്ടിഫൈങ് ദി ട്രൂത്ത് ഓഫ് സ്റ്റേറ്റ്മെന്റ് അറ്റ് ഹിസ് നോളജ് ആൻഡ് ബിലീഫ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് സർട്ടിഫിക്കറ്റ് ഓഫ് സർട്ടിഫൈങ് ദി ട്രൂത്ത് ആണ്. അത് എന്തല്ല, ഒരു എക്സ്പ്രഷൻ ഒപ്പീനിയൻ ഒന്നല്ല, അത് ട്രൂത്ത് തന്നെയാണ് സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, ഓഡിറ്റർ സർട്ടിഫൈ ട്രൂത്ത് ആണ്. എന്നാൽ സിംപ്ലി എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ മാത്രമാണ് എന്ത്, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ഓഡിറ്റ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്, എസ്റ്റിമേറ്റ്സ്, അസംഷൻസ്. ചില അസംഷൻസിന്റെ എസ്റ്റിമേറ്റിന്റെ ഒക്കെ ബേസിലൊക്കെയുള്ള ബേസിലൊക്കെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഫാക്ട്സിന്റെ, എസ്റ്റിമേറ്റ്സിന്റെ, അസംഷന്റെ ഒക്കെ ബേസിലാണ് എന്തുണ്ടാക്കുന്നത്, ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിന്റെ ബേസിൽ മാത്രമാണ്, അതും സപ്പോർട്ടഡ് ബൈ വൗച്ചേഴ്സ് ആൻഡ് ഡോക്യുമെന്ററി എവിഡൻസ്. വൗച്ചേഴ്സിന്റെ, ഡോക്യുമെന്ററി എവിഡൻസിന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഫാക്ട്സിന്റെ, ഫിഗേഴ്സിന്റെ ബേസിൽ മാത്രമാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് നൽകുന്നത്. Then next, decision. Then audit report is only test, not a guarantee. Audit report എന്താണ്, ഒരു ടെസ്റ്റ് മാത്രമാണ്, ഒരിക്കലും ഗ്യാരണ്ടി അല്ല. Audit certificate is a guarantee of truth ആണ്. ട്രൂത്തിനെ എന്ത് ചെയ്യുന്നു, ഗ്യാരണ്ടി ചെയ്യുന്നു എന്നാണ് എന്ത്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. Then if a signed audit report and auditor happens to be wrong, but if a signed certificate by auditor is wrong, the auditor is held liable. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യാം, ഓഡിറ്റർ എന്ത് ചെയ്യാം, സൈൻ ചെയ്യാം, അത് റോങ് എന്ന നിലയ്ക്ക് തന്നെ, റോങ് ആയിക്കൊണ്ട് തന്നെ. എന്നാൽ ഈ ഒരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ലാബിളായിരിക്കും ഓഡിറ്റർ എന്നുള്ളതാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത. അപ്പോൾ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ ആണ്, മറ്റേത് എന്താണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ട്രൂത്ത് ആണ്.
ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്സ് എസ്റ്റിമേറ്റ്സ് അസംഷൻസ് ആണ്. എന്നാൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്രമാണ്. ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ്? ടെസ്റ്റ് നോട്ട് ഗ്യാരണ്ടി അല്ല. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഗ്യാരണ്ടി ഓഫ് ട്രൂത്ത് ആണ്. ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്ത് റോങ് ആയിട്ട് സൈൻ ചെയ്യുക, റോങ് ആയിട്ട് റിപ്പോർട്ട് സൈൻ ചെയ്യാം. പക്ഷേ സർട്ടിഫിക്കറ്റ് റോങ് ആയി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ലാബിലായിരിക്കും, ഓഡിറ്റർ ലാബിലായിരിക്കും. ഇത്രയാണെന്ത് ഓഡിറ്റ് റിപ്പോർട്ട് സർട്ടിഫിക്കറ്റ് തമ്മിലുള്ള ഡിഫറൻസസ്. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിപ്പോർട്ട്, കണ്ടക്ട്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, then audit report types, then distinction between audit report and audit certificate. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ